സാബത്ത് ഗെത്സെമനിയിൽ. സാബത്ത് ദിവസം രാവിലെ എല്ലാവരും വിശ്രമിക്കുന്നു. യാത്ര കൊണ്ട് ക്ഷീണിച്ച ശരീരത്തിന് വിശ്രമം നൽകുകയും യാത്രയിൽ മോശമായ വസ്ത്രങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യുകയാണ്. ഗെത്സെമനിയിലെ വിസ്തൃതമായ ജലസംഭരണികളിലെല്ലാം നിർമ്മലമായ ജലം നിറഞ്ഞു നിൽക്കുന്നു. ആ ദിവസങ്ങളിൽ മഴ ധാരാളമായി പെയ്തതിനാൽ കെദ്രോൻ തോടും കരകവിഞ്ഞ് പതഞ്ഞൊഴുകുകയാണ്. കല്ലിന്മേൽ തട്ടി കളകളാരവം മുഴുക്കിയാണ് വെള്ളം ഒഴുകുന്നത്. അപ്പസ്തോലന്മാരെല്ലാവരും ഒന്നിനു പിറകെ ഒന്നായി ആ തണുത്ത വെള്ളത്തിലേക്ക് ചാടുന്നു. അടിമുടി വസ്ത്രങ്ങളും ധരിച്ചിട്ടുണ്ട്, വൃത്തിയുള്ളവ. നനഞ്ഞ മുടി തലയിൽ ഒട്ടിപ്പിടിച്ചു മിനുങ്ങുന്നു. അവർ മുഷിഞ്ഞ വസ്ത്രങ്ങൾ നിറമനുസരിച്ച് തരംതിരിച്ച് ഓരോ തൊട്ടികളിലാക്കി ജലസംഭരണികളിൽ നിന്നും വെള്ളം കോരി അവയിലേക്ക് ഒഴിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ വസ്ത്രങ്ങളെല്ലാം നനച്ചു കൊടുത്താൽ അവ കഴുകി വൃത്തിയാക്കുന്നത് മേരിക്ക് എളുപ്പമാകുമെന്നതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തതെന്ന്. ഗെത്സെമനിയിൽ താമസിക്കുന്നത് മേരിയാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കൊച്ചു സ്നേഹിത, നിനക്ക് മാത്രം വസ്ത്രം മാറ്റാൻ കഴിയുന്നില്ലല്ലോ. എന്നാൽ നാളെ കുട്ടി ഒരു വൃത്തിയുള്ള ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ അത് തീരെ ചെറുതാണ്, ഒരു പാവയ്ക്ക് ചേരുന്ന ഉടുപ്പ്. അവൻ്റെ ഉള്ളുടുപ്പ് അതിലും കഷ്ടം. നിറം മാറി പല ഭാഗങ്ങളും കീറിയിരിക്കുന്നു. പത്രോസ് അത് കണ്ട് വിഷമിച്ച് പറയുകയാണ്, വിനയം കൊണ്ട് ഈ വേഷത്തിൽ ഞാൻ എങ്ങനെ പട്ടണത്തിലേക്ക് പോകും? എനിക്ക് തോന്നുന്നത് എൻ്റെ പുറംകുപ്പായം മുറിച്ച് രണ്ടാക്കി അവനെ ഉടുപ്പാക്കാമെന്നാണ്. അങ്ങനെയായാൽ അവൻ്റെ ശരീരം മുഴുവൻ മറയ്ക്കാനാവും. അത് കേട്ട് ഈശോ പറയുന്നു, അവൻ തൽക്കാലം വിശ്രമിക്കട്ടെ. ഇന്ന് വൈകിട്ട് നമ്മൾ ബെഥനിയിലേക്ക് പോവുകയാണ്. എന്നാൽ അവനൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ തീർച്ചയായും വാങ്ങും. എന്നാൽ എൻ്റെ അമ്മയോടൊന്ന് ചോദിച്ചിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. നിനക്കറിഞ്ഞുകൂടെ, സ്ത്രീകൾക്ക് ഈ വക കാര്യങ്ങളിൽ കൂടുതൽ പരിചയമുണ്ട്. ഇവൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ അമ്മയ്ക്ക് സന്തോഷമായിരിക്കും. നീയും കൂടെ പോയി വാങ്ങിച്ചുകൊള്ളൂ. പത്രോസ് സന്തോഷത്താൽ സ്വർഗത്തിൻ്റെ 7-ാം തട്ട് വരെ പൊങ്ങി. മേരിയുടെ കൂടെ കടയിൽ പോകുന്ന കാര്യം, എത്ര ആനന്ദം! ഈശോ തൻ്റെ അഭിപ്രായം മുഴുവൻ പറഞ്ഞെന്ന് തോന്നുന്നില്ല. പത്രോസിന് നിറങ്ങളുടെ ചേർച്ചയെക്കുറിച്ചൊരു വിവരവുമില്ലാതെ വല്ലാത്ത കച്ചവടം ചെയ്തെങ്കിലോ? എന്നാൽ അമ്മക്കതെല്ലാം എത്ര ഭംഗിയായി ചെയ്യാൻ കഴിയും എന്നെല്ലാം മനസ്സിൽ കണ്ടെങ്കിലും പത്രോസിന് ഇച്ഛാഭംഗം തോന്നാതിരിക്കാൻ അതൊന്നും പറയുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. ഒലിവ് തോട്ടത്തിലേക്ക് എല്ലാവരും ഇറങ്ങി നടക്കുന്നു. ഏപ്രിൽ മാസത്തിലെ ഈ ദിവസം വളരെ മനോഹരം. ഒലിവ് വൃക്ഷങ്ങളെല്ലാം വെള്ള പൂശിയതുപോലെ. പൂക്കളെല്ലാം താഴെ വീണ് തിങ്ങിക്കിടക്കുന്നു. സൂര്യപ്രകാശത്തിൽ ഇലകൾ വെട്ടിത്തിളങ്ങുകയാണ്. പക്ഷികൾ പാട്ടുപാടുന്നു. എല്ലായിടത്തും പാറിപ്പറക്കുന്നു. നഗരം പടിഞ്ഞാറ് ഭാഗത്ത് കാണാം. അതിനുള്ളിൽ തിങ്ങിക്കൂടുന്ന ജനങ്ങളെയൊന്നും ഇവിടെ നിന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ മത്സ്യകവാടത്തിലേക്കും മറ്റു കവാടങ്ങളിലേക്കും പ്രവേശനത്തിനായി നീങ്ങുന്ന തീർത്ഥാടക സംഘങ്ങളെ കാണാം. വിഴുങ്ങാൻ പിളർന്നിരിക്കുന്ന വായിലേക്കെന്ന പോലെ ജനക്കൂട്ടം പട്ടണത്തിനകത്ത് പ്രവേശിച്ചു കഴിയുമ്പോൾ കാഴ്ചയിൽ നിന്നും മറയുന്നു. ഈശോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ജോണിൻ്റെയും മറ്റു ചെറുപ്പക്കാരായ അപ്പസ്തോലന്മാരുടെയും കൂടെ കളിക്കുന്ന ജാബസിനെ നോക്കുകയും ചെയ്യുന്നു. കറിയോത്തുകാരനും ഇന്നലത്തെ ഉടക്കെല്ലാം മാറി സന്തോഷമായി അവരുടെ കൂടെ കളിക്കുന്നു. പ്രായം കൂടിയവർ പുഞ്ചിരിയോടെ ഇത് വീക്ഷിക്കുകയാണ്. ഈ കുട്ടിയെക്കുറിച്ച് നിന്റെ അമ്മ എന്തായിരിക്കും പറയുക? ബെർത്തലോമിയോ ചോദിക്കുന്നു. അവൻ എത്ര മെലിഞ്ഞിരിക്കുന്നു എന്നായിരിക്കും അവൾ പറയുന്നത്, തോമസ് പറയുന്നു. ഓ ഇല്ല, അങ്ങനെ പറയുകയില്ല, സാധുക്കുട്ടി എന്നായിരിക്കും അവൾ പറയുക, പത്രോസ് മറുപടി പറയുന്നു. അങ്ങനെയൊന്നും ആയിരിക്കില്ല. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു എന്ന് കാണുന്നത് എനിക്ക് സന്തോഷമാണ് എന്നായിരിക്കും അവൾ പറയുക, ഫിലിപ്പ് അഭിപ്രായപ്പെടുന്നു. അവൻ്റെ അമ്മയ്ക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒരിക്കലും സംശയം ഉണ്ടാകുകയില്ല. അവൾ എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനെ അവൾ തൻ്റെ ചങ്കിനോട് ചേർത്ത് പിടിക്കും. അതായിരിക്കും അവൾ ചെയ്യുക, തീഷ്ണനായ സൈമൺ പറയുന്നു. എന്നാൽ ഗുരുവേ, അമ്മ എന്തു പറയുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞതായിരിക്കും അവൾ ചെയ്യുക. അവൾ പലതും ചിന്തിക്കും. നിങ്ങൾ പറഞ്ഞതെല്ലാം ചിന്തിക്കും. അവയെല്ലാം ഹൃദയത്തിൽ പറയും. എന്നിട്ട് അവനെ ചുംബിക്കുമ്പോൾ ഇത്രമാത്രം പറയും, നീ അനുഗ്രഹീതനാകട്ടെ എന്ന്.
അനന്തരം കൂട്ടിൽ നിന്നും വീണുപോയ ഒരു പക്ഷി കുഞ്ഞിനെ എന്ന പോലെ അവനെ അവൾ പരിചരിക്കും. ഒരിക്കൽ ശ്രദ്ധിച്ചു കേൾക്കൂ. അവൾക്ക് 3 വയസ്സായില്ല. അതിനു മുമ്പ്, അതായത് അവൾ ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ഒരു ദിവസം അവളുടെ ഹൃദയത്തിൽ നിർമ്മലമായ സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് അതിൻ്റെ എണ്ണയും പരിമളവുമെല്ലാം പുറത്തേക്ക് ഒഴുകുന്നത് പോലെ അനുഭവപ്പെട്ടപ്പോൾ, പൂക്കളും ഒലിവ് കുരുക്കളും ചക്കിലാട്ടി സുഗന്ധതൈലവും എണ്ണയും സംഭരിക്കുന്നത് പോലെ അവൾ അമ്മയുടെ അടുത്ത് ഓടിച്ചെന്ന് ജീവിക്കണം, രക്ഷ പ്രാപിക്കാൻ വേണ്ടി പാപിയുമാകണം എന്നിങ്ങനെ പറഞ്ഞ് കരച്ചിലായിരുന്നു. എന്താണ് അവളോട് മറുപടി പറയേണ്ടതെന്ന് അവർക്ക് ഒരു പിടിയും കിട്ടിയില്ല. അവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായതുമില്ല. ഒരേ സമയം നിർമ്മലയും പാപിയും ആകുന്നതെങ്ങനെയെന്ന്. എന്നാൽ അപ്പൻ അവൾക്ക് ഉത്തരം കൊടുത്തു. അരുവിയിൽ വീണ് മുങ്ങിച്ചാകാൻ തക്കവണ്ണം കുഴിയുടെ വക്കിലായ ഒരു ചെറിയ കുരുവിയെ അപ്പൻ രക്ഷിച്ച് അവൾക്ക് കൊണ്ടുചെന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുപോലെ ദൈവം നിന്നെ പാപത്തിൽ നിന്നും മുൻകൂട്ടി രക്ഷിച്ചിരിക്കുന്നു. അതിനാൽ നീ ഇരട്ടിയായി ദൈവത്തെ സ്തുതിക്കണമെന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ ആ കൊച്ചു കന്യക, ഏറ്റവും മഹിമയേറിയ കന്യകാമേരി, അവളുടെ ആദ്യത്തെ ആധ്യാത്മിക മാതൃത്വം ആ കുഞ്ഞു പക്ഷിയിൽ പരിശീലിച്ചു. അതിനെ വളർത്തി വലുതായപ്പോൾ സ്വതന്ത്രയാക്കി. എന്നാൽ ആ പക്ഷി നസ്രസിലെ അടുക്കളത്തോട്ടം വിട്ട് ഒരിടത്തും പോയില്ല. മേരി ദേവാലയത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ദുഃഖിതരായി തീർന്ന യോവാക്കീമിനെയും അന്നയെയും സന്തോഷിപ്പിക്കാൻ ചിലച്ചുകൊണ്ട് പറന്നുകൊണ്ടും അത് ആ തോട്ടത്തിൽ തന്നെ കഴിഞ്ഞു. അന്ന മരിക്കുന്നതിന് സ്വല്പം മുൻപ് ആ പക്ഷി ചത്തും അതിൻ്റെ കടമ നിർവഹിച്ചു. സ്നേഹത്തിനു വേണ്ടി എൻ്റെ അമ്മ കന്യാത്വത്തിൽ സ്വയം അർപ്പിച്ചു. എന്നാൽ അവൾ ഒരു പൂർണ്ണ സൃഷ്ടിയായിരുന്നതുകൊണ്ട് അവളുടെ രക്തത്തിലും അരൂപിയിലും മാതൃത്വം നിറഞ്ഞു നിന്നിരുന്നു. കാരണം സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മാതാവാകുവാനാണ്. അതിനാൽ മാതൃത്വ വികാരത്തിന് അവൾ ബദിരിയാകുന്നെങ്കിൽ അത് അപ്രഭ്രംശമാണ്. മാതൃസ്നേഹം സ്നേഹത്തിൻ്റെ ശക്തിയിൽ 2ാം തരത്തിൽ പെടുന്നു. മറ്റുള്ളവരെല്ലാം ഇപ്പോൾ അടുത്തു വന്നു. ഗുരുവേ, 2ാം ഫലമുള്ള സ്നേഹം പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? തദേവൂസ് ചോദിക്കുന്നു. എൻ്റെ സ്നേഹിത, സ്നേഹം പലതരമുണ്ട്. അവയുടെ ശക്തിക്കും വ്യത്യാസമുണ്ട്. ബലത്തിൽ 1ാമത്തെ സ്നേഹം പിതാവിന് കൊടുക്കുന്ന സ്നേഹമാണ്. 2ാമത്തേത് മാതാവിനും പിതാവിനുമുള്ള സ്നേഹമാണ്. കാരണം ആദ്യത്തെ സ്നേഹം മുഴുവൻ അരൂപിയുടേതാണെങ്കിൽ 2ാമത്തേത് 2/3 ഭാഗം അരൂപിയുടെയും 1/3 ഭാഗം ജഡത്തിൻ്റെതും ആണ്. മാനുഷിക സ്നേഹം ഇതിൽ കലർന്നിട്ടുണ്ടെങ്കിലും ശ്രേഷ്ഠമായ സ്നേഹമാണ് ഇതിൽ മുന്തി നിൽക്കുന്നത്. കാരണം ന്യായമായ രീതിയിൽ മാതൃത്വവും പിതൃത്വവും കൈവന്നിട്ടുള്ള ഇവർ തങ്ങളുടെ കുട്ടിയുടെ ശരീരത്തിന് ഭക്ഷണവും വാത്സല്യവും നൽകുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ കുട്ടിയുടെ മനസ്സിനും അരൂപിക്കും പോഷണവും സ്നേഹവും നൽകുന്നു. ഞാനീ പറയുന്നത് എത്രയോ സത്യമാണ്. കാരണം കുട്ടികളുടെ വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, വിദ്യാഭ്യാസത്തിനായി മാത്രം പ്രവർത്തിക്കുന്നവർ പോലും കുട്ടികളിൽ തങ്ങളുടെ സ്വന്തം മാംസത്തിൻ്റെതെന്ന പോലെ അവരെ സ്നേഹിക്കുന്നു. വാസ്തവത്തിൽ എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എൻഡോറിലെ ജോൺ പറയുന്നു. ജാബസിനോട് നീ ഇടപെടുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നീ ഒരു നല്ല അധ്യാപകനായിരുന്നു എന്നാണ്. എൻഡോറിലെ മനുഷ്യൻ ഒരു മറുപടിയും പറയാതെ തല കുനിച്ച് ഈശോയുടെ കരം ചുംബിക്കുന്നു. ദയവായി സ്നേഹത്തിൻ്റെ വകഭേദങ്ങളെക്കുറിച്ച് തുടർന്ന് പറയണമേ. സ്വന്തം ഭാര്യയോടുള്ള സ്നേഹമുണ്ട്. അത് ശക്തിയിൽ 3ാമത്തേതാണ്. കാരണം അത് ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ന്യായമായ പരിശുദ്ധമായ ഭാര്യാസ്നേഹമാണ്. പകുതി അരൂപിയുടെയും പകുതി ജഡത്തിൻ്റെതുമാണ്. ഒരു മനുഷ്യൻ ഭർത്താവ് മാത്രമല്ല, ഭാര്യയുടെ ഗുരുവും പിതാവും കൂടെയാണ്. ഒരു സ്ത്രീ ഭാര്യ മാത്രമല്ല, ഭർത്താവിൻ്റെ മാലാഖയും അമ്മയും കൂടെയാണ്. ഇവ 3ഉമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹങ്ങൾ. പിന്നെ നമ്മുടെ അയൽക്കാരോടുള്ള സ്നേഹവും. നിനക്ക് തെറ്റിപ്പോയില്ലേ?
അതോ നീ മറന്നുപോയതാണോ? കറിയോത്തുകാരൻ ചോദിക്കുന്നു. മറ്റുള്ളവർക്ക് ശബ്ദിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ദേഷ്യം പൂണ്ടവനെ നോക്കുന്നു. അവൻ്റെ സംസാരം എത്ര കഠിനം! എന്നാൽ ഈശോ ശാന്തമായി അവന് മറുപടി നൽകുന്നു. അല്ല യൂദാസേ, നോക്കൂ, ദൈവത്തെ സ്നേഹിക്കേണ്ടത് അവൻ ദൈവമായതുകൊണ്ട് തന്നെയാണ്. അതിനാൽ ആ സ്നേഹം ഒരുവന് വേണമെന്ന് ബോധ്യപ്പെടുത്താൻ വിശദീകരണമൊന്നും ആവശ്യമില്ല. ആയിരിക്കുന്നവൻ അവനാണ്, അതായത് സർവ്വതും. മനുഷ്യനോ എന്നാൽ ഇല്ലായ്മയാണ്, എന്നാൽ എല്ലാറ്റിലും പങ്കുചേരുന്നവൻ. ഇത് സാധിക്കുന്നത് നിത്യനായ ദൈവം അവനിൽ ആത്മാവിനെ നിവസിച്ചിരിക്കുന്നതിനാലാണ്. ഈ ആത്മാവില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ കരക്കോ വെള്ളത്തിലോ ആകാശത്തിലോ ജീവിക്കുന്ന അനേകം ജീവികളിലൊന്നും മാത്രമായി തീരുന്നു. അതിനാൽ കടപ്പാടുണ്ടെന്നുള്ള ബോധ്യത്തോടെ അവനെ ആരാധിക്കണം. എല്ലാറ്റിനെയും അതിജീവിച്ച് സ്വർഗത്തിലെ ദൈവജനത്തിൻ്റെ ഭാഗമായി തീരാൻ, അതായത് അശുദ്ധിയോ നാശമോ ഒരിക്കലും ഉണ്ടാകാത്ത സ്വർഗീയ ജെറുസലേമിലെ ഒരു പൗരനാകാൻ അർഹത നേടുന്നതിന് അവനെ സ്നേഹിക്കണം. മക്കളോട് ഒരു പിതാവിനും പ്രത്യേകിച്ച് മാതാവിനുമുള്ള സ്നേഹം ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണെന്നുള്ളത് ആദത്തോടും ഹവ്വയോടും ദൈവം അരുളി ചെയ്ത വാക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. 6-ാം ദിവസം, അതായത് ആദ്യത്തെ 6-ാം ദിവസം അവൻ നല്ല ഒന്നിനെ സൃഷ്ടിച്ചെന്ന് കണ്ട് അവരെ അനുഗ്രഹിച്ച ശേഷം ദൈവം പറഞ്ഞു, ഫലപുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് ഭൂമി മുഴുവൻ നിറയുക എന്ന്. നിങ്ങൾ പറയുന്നില്ലെങ്കിലും മനസ്സിലുദിക്കുന്ന എതിർപ്പ് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുള്ള മറുപടി ഇതാണ്: പാപം ഉണ്ടായതിനു മുൻപ് എല്ലാം സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രിക്കപ്പെട്ടിരുന്നത്. കുട്ടികളുടെ ജനനം വിശുദ്ധവും നിർമ്മലവും ശക്തവും പരിപൂർണവുമായ സ്നേഹം മൂലമാകുമായിരുന്നു. ദൈവം മനുഷ്യന് നൽകിയ ആദ്യത്തെ കൽപ്പനയും അതായിരുന്നു: ഫലപുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് പെരുകുക. അതിനാൽ ഞാൻ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുക. മക്കളുടെ ജനനത്തിന് ഇന്ന് കാണുന്ന തരത്തിലുള്ള സ്നേഹം അന്നുണ്ടായിരുന്നതേയില്ല. അന്ന് യാതൊരു മാലിന്യവും അറപ്പുളവാക്കുന്ന മാംസദാഹവും ഉണ്ടായിരുന്നില്ല. പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും സ്വാഭാവിക സ്നേഹത്താൽ സ്നേഹിച്ചു. നമ്മൾ മനസ്സിലാക്കുന്ന സ്വാഭാവിക സ്നേഹത്താലല്ല, പ്രത്യേകിച്ച് പുരുഷന്മാർ കരുതുന്ന സ്വാഭാവിക സ്നേഹത്താലല്ല അന്നവർ സ്നേഹിച്ചത്. പിന്നെയോ ദൈവത്തിൻ്റെ മക്കളുടെ സ്വഭാവത്തിനനുസരിച്ച് സ്വഭാവീതമായ വിധത്തിൽ സ്നേഹിച്ചു. ഒരു പിതാവിൽ നിന്നും ജനിച്ച സഹോദരങ്ങളായ അവർ പരസ്പരം സ്നേഹിച്ച ആ ദിവസങ്ങൾ എത്രയോ മാധുര്യമേറിയവയായിരുന്നു. സഹോദരങ്ങളെങ്കിലും ഭർത്താവും ഭാര്യയുമായിരുന്നു. അവർ പരസ്പരം സ്നേഹിക്കുകയും തൊട്ടിലിൽ കിടന്ന് പരസ്പരം നോക്കുന്ന ഇരട്ട പിറന്ന കുട്ടികളുടെ നിഷ്കളങ്കമായ കണ്ണുകളാൽ പരസ്പരം നോക്കുകയും ചെയ്തിരുന്നു. പുരുഷന് ഒരു പിതാവിൻ്റെ സ്നേഹമാണ് ഭാര്യയോടുണ്ടായിരുന്നത്. കാരണം അവൾ അവൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും ആയിരുന്നു. ഒരു പിതാവിന് തൻ്റെ മകൻ എങ്ങനെയോ ആയതുപോലെ ഒരു പുത്രിയായിരിക്കുന്നതിൻ്റെ സന്തോഷം സ്ത്രീക്ക് അനുഭവപ്പെട്ടിരുന്നു. വലുതായ സ്നേഹത്താൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന അവസ്ഥ. കാരണം അവളെ സ്നേഹിക്കുന്ന അത്ഭുത മനുഷ്യൻ്റെ എന്തോ ചിലത് തന്നിൽ ഉള്ളതായി അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. പറുദീസായുടെ ഏദേൻ തോട്ടത്തിൽ മനോഹരമായ പുൽത്തകിടികളിൽ നിഷ്കളങ്കരായി ദൈവദൂതന്മാർക്ക് സമം ശക്തമായ സ്നേഹത്തിൽ വസിച്ചിരുന്നു. പിന്നെ ദൈവം സന്തോഷത്തോടെ പുഞ്ചിരിയോടെ നൽകിയ തൻ്റെ പ്രിയ മക്കൾക്ക് നൽകിയ കൽപ്പനകളുടെ ക്രമത്തിൽ ആദം തന്നെ തൻ്റെ ഭാര്യയെക്കുറിച്ച്, അതുവഴി ഹവ്വയുടെ മക്കളായ എല്ലാ സ്ത്രീകളെയും കുറിച്ച് പറയുന്നു. പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് കൂടെ ചേരും, അവർ ഒരു ശരീരമായി തീരുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ ബുദ്ധിയേക്കാൾ മാത്രം താഴ്ന്നതായിരുന്നുള്ളൂ ആദത്തിൻ്റെ ബുദ്ധി. കൃപാവരത്താൽ ആദം നിറഞ്ഞിരുന്നു. ആദത്തിൻ്റെ വാക്കുകളിൽ ദൈവത്തിൻ്റെ ചിന്ത തന്നെയായിരുന്നു. അത് പ്രതിഫലിക്കുന്ന കളങ്കമില്ലാത്ത ഒരു കണ്ണാടിയായിരുന്നു ആദത്തിൻ്റെ അരൂപി. ചിന്തയിലും വാക്കിലും
ആദത്തിൻ്റെ അരൂപി കറയില്ലാത്തൊരു പുഷ്പമായിരുന്നു. മുകളിൽ പറഞ്ഞ സ്നേഹത്തിൻ്റെ 3 നെടും തൂണുകളില്ലായിരുന്നുവെങ്കിൽ അയൽക്കാരോടുള്ള സ്നേഹം ഉണ്ടാകുമായിരുന്നോ? ഇല്ല, അതുണ്ടായിരിക്കുക തന്നെയില്ല. ദൈവത്തിൻ്റെ സ്നേഹനിമിത്തം ദൈവത്തെ നാം സ്നേഹിതനാക്കുന്നു. സ്നേഹിക്കാൻ നന്മ പഠിപ്പിക്കുന്നു. നന്മ തന്നെയായ ദൈവത്തെ സ്നേഹിക്കാത്തവനെ എപ്പോഴും തന്നെ കുറ്റങ്ങളുള്ള അയൽക്കാരനെ തീർച്ചയായും സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ദാമ്പത്യ സ്നേഹവും പിതൃസ്നേഹവും ഇല്ലായിരുന്നെങ്കിൽ അയൽക്കാർ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം അയൽക്കാർ മനുഷ്യപുത്രന്മാരാണ്. ഇപ്പോൾ നിനക്ക് ബോധ്യമായോ? ബോധ്യമായും ഗുരുവേ, ഞാനിതൊന്നും ആലോചിച്ചതേയില്ല. ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക ബുദ്ധിമുട്ടാണ്. അനേകായിരം വർഷങ്ങളായി മനുഷ്യൻ ചെളിയിൽ പൂണ്ട് താണു കിടക്കുകയായിരുന്നു. ആ ഉറവിടങ്ങൾ വളരെ ഉയരത്തിൽ അത്യുച്ചയിലാണ് താനും. ഒന്നാമത്തെ ഉറവിടം ഏറ്റവും ഉയരം കൂടിയ ഉയരത്തിൽ നിന്ന്, അതായത് ദൈവത്തിൽ നിന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ച് അവിടെ എത്തിക്കാം. അവ എവിടെയാണെന്ന് എനിക്കറിയാം. മറ്റുള്ള സ്നേഹങ്ങളോ? തീഷ്ണനായ സൈമണും എൻഡൂറിലെ മനുഷ്യരും ഒന്നിച്ചു ചോദിക്കുന്നു. രണ്ടാമിനത്തിലെ ഒന്നാമത്തെ സ്നേഹം അയൽക്കാരോടുള്ള സ്നേഹമാണ്. യഥാർത്ഥത്തിൽ അത് ശക്തിയിൽ 4ാമത്തെ സ്ഥാനത്ത് വരുന്നു. അതിനുശേഷം ശാസ്ത്രത്തോടുള്ള സ്നേഹം, അവസാനം ജോലിയോടുള്ള സ്നേഹം. ഇത്രയുമേ ഉള്ളൂ? അത്രയുമേ ഉള്ളൂ. എന്നാൽ വേറെയും ധാരാളം സ്നേഹങ്ങളുണ്ട്. കറിയോത്തുകാരൻ യൂദാസ് വിസ്മയത്തോടെ പറയുന്നു. മറ്റു വിശപ്പുകളുമുണ്ട്. അവ സ്നേഹമല്ല, അവ സ്നേഹത്തിൻ്റെ നിരാകരണമാണ്. അവ ദൈവത്തെ നിരസിക്കുന്നു, മനുഷ്യനെ നിരസിക്കുന്നു. അവ സ്നേഹമല്ല, കാരണം അവ നിരാകരണമാണ്. നിരാകരണവും വിദ്വേഷവും. തിന്മക്കുള്ള പ്രവണതയെ ഞാൻ നിരാകരിക്കുകയാണെങ്കിൽ അത് വിദ്വേഷമാണോ? കറിയോത്തുകാരൻ യൂദാസ് വീണ്ടും ചോദിക്കുന്നു. ഞാൻ സാധു, നീ ഒരു നിയമജ്ഞനേക്കാൾ വിരുദ്ധനാണല്ലോ. ഇല്ലാത്ത കുറ്റം കണ്ടുപിടിക്കാൻ നിനക്ക് എന്താണ് പറ്റിയിരിക്കുന്നതെന്ന് എന്നോട് പറയാമോ? യൂദയായിലെ ഘനം കുറഞ്ഞ വായു നിന്റെ ഞരമ്പുകളെ ബാധിച്ചിരിക്കുന്നു. എന്താ ഒരു പിരിമുറുക്കം? പത്രോസ് പരിഭ്രമത്തോടെ ചോദിക്കുന്നു. പഠിക്കണമെന്നും വ്യക്തമായ ആശയങ്ങൾ വേണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. നിയമജ്ഞനോട് സംസാരിക്കേണ്ടതായി വന്നാൽ അതിന് തക്ക യുക്തികൾ എനിക്കറിയാമായിരിക്കണം. ആവശ്യ നേരത്ത് സർവ്വ കീറ്റത്തുണികളും ശേഖരിച്ചു വെച്ചിരിക്കുന്ന നിന്റെ ചാക്കിൽ നിന്ന് വേണ്ട നിറവ് കൃത്യമായി വലിച്ചെടുക്കാമെന്ന് നീ വിചാരിക്കുന്നു? പത്രോസ് ചോദിക്കുന്നു. ഗുരുവിൻ്റെ വാക്കുകൾ പഴംതുണിയോ? നീ ആണയിടുന്നു. നിനക്ക് തുടർച്ചയായെന്ന് അഭിനയിക്കാതെ. ഗുരുവിൻ്റെ അധരങ്ങളിൽ അവ കീറ്റത്തുണികളല്ല. എന്നാൽ നമ്മൾ അവ 1-ാം തരം ഒരു തുണിക്കഷ്ണം ഒരു ബാലൻ്റെ കയ്യിൽ കൊടുക്കൂ, നിമിഷം കൊണ്ട് അത് വൃത്തിഹീനമായ ഒരു കീറത്തുണിയായി മാറും. അതാണ് നമ്മുടെ പക്കൽ സംഭവിക്കുന്നത്. നീ ആഗ്രഹിക്കുന്ന ആ കീറ്റത്തുണി കൊണ്ട് മീൻ പിടിക്കാമെന്ന് നീ വിചാരിക്കുന്നു. നീ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതേക്കുറിച്ച് വിഷമിക്കേണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഓ, ഞാൻ വിഷമിക്കുകയില്ലെന്നും നിനക്കുറപ്പ് വിചാരിക്കാം. എനിക്കും എൻ്റേതായ പ്രശ്നങ്ങൾ വേണ്ടുവോളമുണ്ട്. അപ്പോൾ പിന്നെ നീ ഗുരുവിന് ഒരു ഉപദ്രവവും വരുത്തുന്നില്ലെങ്കിൽ എനിക്ക് സന്തോഷമാണ്. എന്നാൽ ഗുരുവിന് നീ ഉപദ്രവം വരുത്തിയാൽ അപ്പോൾ നിന്റെ കാര്യം നോക്കുന്നത് ഞാനായിരിക്കും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്കത് ചെയ്യാം. എന്നാൽ അങ്ങനെയൊരിക്കലും സംഭവിക്കുകയില്ല. കാരണം എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം. ഞാൻ അറിവില്ലാത്തവനല്ല, നേരെ മറിച്ച് ഞാൻ അജ്ഞനാണ്. അതെനിക്കറിയാം. അതറിയാവുന്നത് കൊണ്ട് ഞാൻ അടിഭാരം കൂട്ടുന്നില്ല. തക്ക സമയത്ത് പുറമൂടി കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ ദൈവത്തോട് കേണപേക്ഷിക്കുന്നുണ്ട്. അവൻ അയച്ചിരിക്കുന്ന മിശിഹായെ പ്രതി എന്നെ സഹായിക്കണമേ എന്ന്. ഞാൻ മിശിഹായുടെ ഏറ്റവും താഴ്ന്നവനും എന്നാൽ ഏറ്റവും വിശ്വസ്തനുമായ ദാസനാണ്. നമ്മൾ എല്ലാവരും വിശ്വസ്തനാണ്. യൂദാസ് ധിക്കാരമായി പറയുന്നു. ഓ, നീ ചീത്തയാണ്. എൻ്റെ അപ്പനെ നീ എന്തിനാണ് വിഷമിപ്പിക്കുന്നത്? അപ്പന് പ്രായമായി, അപ്പൻ നല്ലവനുമാണ്. നീ അങ്ങനെ ചെയ്യരുത്. നീ ചീത്തയാണ്. നിന്നെ എനിക്ക് പേടിയാകുന്നു. എല്ലാം ശ്രദ്ധിച്ച് മൗനമായി കേട്ടു നിന്ന ശേഷം ദൃഢനിശ്ചയമുള്ള ഭാവത്തിൽ ജാബസ് പറയുന്നു. ആ, ഇപ്പോൾ 2 പേരായി. ആൻഡ്രുവിനെ കൈമുട്ടുകൊണ്ട് മെല്ലെ തട്ടി സബദിയുടെ പുത്രൻ യാക്കോബ് താണസ്വരത്തിൽ പറയുന്നു.
താണ സ്വരത്തിലാണ് പറഞ്ഞതെങ്കിലും കറയോത്തുകാരൻ അത് കേൾക്കുന്നു. ദേഷ്യം കൊണ്ട് തുള്ളി കറയോത്തുകാരൻ പറയുന്നു, ഗുരുവേ, കണ്ടോ, മഗ്ദലക്കാരൻ ആ മണ്ടൻ ചെറുക്കൻ അവൻ്റെ വായ് കൊണ്ട് ഒരു ചാലു കീറിയല്ലോ. തോമസ് ശാന്തനായി ചോദിക്കുന്നു. വഴക്കു പിടിക്കുന്ന കുട്ടികളെ പോലെ ആകാതെ ഗുരു പറയുന്ന കാര്യങ്ങൾ തുടർന്ന് കേൾക്കുന്നതല്ലേ നല്ലത്? തീർച്ചയായും ഗുരുവേ, നിന്റെ അമ്മയെക്കുറിച്ച് ഞങ്ങളോട് ഇനിയും പറയണമേ. അവളുടെ ബാല്യകാലം എത്ര ശോഭനമായിരുന്നു. അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാക്കളും നിർമ്മലമാകുന്നത് പോലെ തോന്നുന്നു. ഞാനോ, ഒരു പാപിയായി ഞാൻ ആ പ്രകാശം കൂടുതലായി പ്രാപിക്കേണ്ടവനാണ്. തോമസ് ഉത്സാഹത്തോടെ പറയുന്നു. ഞാൻ എന്താണ് പറയേണ്ടത്? ധാരാളം സംഭവങ്ങളുണ്ട്. ഒന്നും മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠം. അവൾ അതെല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജോസഫിനോട് കുറേയേറെ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയോട് പറയുന്ന കഥകൾ പോലെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. സാറയുടെ ഭർത്താവ് അൽഫിയൂസും പറഞ്ഞിട്ടുണ്ട്. അയാൾ അമ്മയേക്കാൾ സ്വല്പം പ്രായം കൂടുതലുള്ളയാളാണ്. അമ്മ നസ്രസിലായിരുന്നപ്പോൾ ആ ചുരുങ്ങിയ കാലത്ത് അമ്മയുടെ സ്നേഹിതനുമായിരുന്നു അയാൾ. ഓ, ദയവായി ഞങ്ങളോട് പറയൂ, ജോൺ അപേക്ഷിക്കുന്നു. ഒലിവ് വൃക്ഷങ്ങളുടെ തണലിൽ അവർ നിലത്ത് വട്ടത്തിലിരിക്കുകയാണ്. ജാബസ് മധ്യത്തിലുണ്ട്. സ്വർഗീയമായ ഒരു കഥ കേൾക്കുന്നത് പോലെ അവൻ ഈശോയെ തന്നെ നോക്കി ശ്രദ്ധിച്ചിരിക്കുന്നു. ദേവാലയത്തിലേക്ക് പോകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവൾ തൻ്റെ സ്നേഹിതനും അനേകം ആളുകൾക്കും ചാരിത്രത്തെക്കുറിച്ചും നൽകിയൊരു പാഠത്തെക്കുറിച്ച് ഞാൻ പറയാം. സാറായുടെ ബന്ധുവായ ഒരു പെൺകുട്ടിയുടെ വിവാഹ ദിവസം യോവാക്കീമും അന്നയും ആ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. കുഞ്ഞുമേരിയും അവരുടെ കൂടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പോയി. മറ്റു ബാലികമാരുടെ കൂടെ വധുവിൻ്റെ വഴിയിൽ പുഷ്പതലങ്ങൾ വിതറുവാൻ മേരിയെയും നിയോഗിച്ചു. അവർ പറയുന്നത് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു അവളെന്ന്. വധുവിൻ്റെ വരവേൽപ്പ് കഴിഞ്ഞപ്പോൾ മേരിയെ തഴുകുവാൻ ആളുകൾ മത്സരമായി. മേരി എല്ലാ ദിവസവും കാണാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവൾ വീട്ടിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് വീടിനടുത്തുണ്ടായിരുന്ന ഒരു ഗുഹയായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഇപ്പോഴും അവൾ അതിനെ വിളിക്കുന്നത് അവളുടെ വിവാഹമണ്ഡപം എന്നാണ്. അതിനാൽ അവളെ വെളിയിൽ കണ്ടപ്പോൾ സുന്ദരമായ മുടി, റോസാപ്പൂ പോലുള്ള കാന്തി, കാരുണ്യമുള്ള മുഖഭാവം, എല്ലാവർക്കും അവളെ ആലിംഗനം ചെയ്യണം. അവർ അവളെ വിളിച്ചിരുന്നത് നസ്രസിൻ്റെ പുഷ്പമെന്നും ഗലീലയിലെ മുത്ത് എന്നും ദൈവത്തിൻ്റെ സമാധാനം എന്നുമാണ്. കാരണം അവൾ ജനിച്ച ഉടനെ ഒരു വലിയ മഴവില്ല കാണപ്പെട്ടു. യഥാർത്ഥത്തിൽ അവൾ ഇതെല്ലാമായിരുന്നു, ഇവയേക്കാൾ കൂടുതലുമായിരുന്നു. അവൾ സ്വർഗത്തിൻ്റെയും സൃഷ്ടിജാലങ്ങളിലെല്ലാറ്റിൻ്റെയും പുഷ്പമാണ്. പറുദീസായിലെ മുത്ത്, ദൈവത്തിൻ്റെ സമാധാനം. അതെ, ദൈവത്തിൻ്റെ സമാധാനം. ഞാൻ സമാധാനമാണ്, കാരണം ഞാൻ അനന്ത സമാധാനമായ പിതാവിൻ്റെ പുത്രനും മാധുര്യം നിറഞ്ഞ സമാധാനമായ മേരിയുടെ പുത്രനുമാകുന്നു. അന്ന് ആ വിവാഹ ദിവസം എല്ലാവരും അവളെ എടുത്ത് മടിയിലിരുത്താനും ചുംബിക്കാനും ആഗ്രഹിച്ചു. എന്നാൽ അവളെ തൊടുന്നതും ചുംബിക്കുന്നതും അവൾക്കിഷ്ടമായിരുന്നില്ല. അവൾ കാരുണ്യത്തോടെ എന്നാൽ ഗൗരവത്തോടെ പറഞ്ഞു, എന്നെ ആരും ചുളുക്കല്ലേ എന്ന്. അവരെല്ലാം ഓർത്തു അവളുടെ നല്ല ഉടുപ്പ് ചുളുക്കല്ലേ എന്നാണ് അവൾ പറഞ്ഞതെന്ന്. കഴുത്തിനും കൈത്തണ്ടിനും ഇടയ്ക്ക് നീലക്കെട്ടുള്ള വെണ്മയേറിയ ഒരു ഉടുപ്പാണ് അവൾ ധരിച്ചിരുന്നത്. നീലപ്പൂക്കൾ കൊണ്ടുള്ള ഒരു മുടി കൊണ്ടാണ് അവളുടെ തലമുടി ഒന്ന് ഒതുക്കി വെച്ചിരുന്നത്. അവരെല്ലാവരും പറഞ്ഞു, ഉടുപ്പോ മുടിയോ ഒന്നും അവർ ചുളുക്കുകയില്ലെന്ന്. എന്നാൽ 3 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചു സ്ത്രീ മുതിർന്ന ആളുകളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു സംശയം കൂടാതെ ഗൗരവമായി പറഞ്ഞു, നേരെയാക്കി ശരിപ്പെടുത്താവുന്ന ചുളുക്കുകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എൻ്റെ ആത്മാവിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ദൈവത്തിൻ്റെതാണ്. അതിനെ ദൈവമല്ലാതെ യാതൊരുത്തരും തൊടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ നിന്റെ ആത്മാവിനെ ചുംബിക്കുന്നില്ല, നിന്നെയാണ് ചുംബിക്കുന്നത്. അവളുടെ മറുപടി, എൻ്റെ ശരീരം എൻ്റെ ആത്മാവിൻ്റെ വസതിയാണ്, അരൂപിയാണ്. അതിലെ പുരോഹിതർക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലത്തേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല. ദയവായി ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കരുതേ. അൽഫേസിന് അന്ന് ഏതാണ്ട് 8 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവന് മേരിയെ വലിയ ഇഷ്ടമായിരുന്നു. മേരിയുടെ മറുപടി അവന് വളരെ ഇഷ്ടപ്പെട്ടു.
പിറ്റേ ദിവസം വീട്ടിലെ ഗുഹയുടെ സമീപെ മേരിയെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, മേരി, നീ വളർന്നു വലുതായി കഴിയുമ്പോൾ എന്നെ വിവാഹം ചെയ്യാമോ? തലേ ദിവസത്തെ കല്യാണ വിരുന്നിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു അപ്പോഴും അവൻ. മേരിയുടെ മറുപടി പറഞ്ഞു, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. എന്നാൽ ഒരു മനുഷ്യനായിട്ടല്ല ഞാൻ നിന്നെ കാണുന്നത്. ഞാനൊരു രഹസ്യം പറയാം. ജീവിച്ചിരിക്കുന്ന ഒരാളെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെ ഞാൻ വളരെ സ്നേഹിക്കുന്നു, എൻ്റെ മുഴുവൻ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവനായ ദൈവത്തിന് മാത്രമേ എന്നെ തന്നെ കൊടുക്കാൻ കഴിയൂ. ഇതാണ് ഒരു സംഭവം. യഥാർത്ഥത്തിൽ ജീവിക്കുന്നവൻ എത്ര ആഴമുള്ള വാക്ക്! ബെർത്തലോമിയോ വിസ്മയഭരിതനായി പറയുന്നു. ഈശോ എളിമയോടെ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പറയുന്നു, അവൾ ജ്ഞാനത്തിൻ്റെ അമ്മയായിരുന്നു. അതെയോ? പക്ഷെ അവൾക്ക് 3 വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അതെ, 3 വയസ്സ് മാത്രം. എന്നാൽ അപ്പോളേ ഞാൻ അവളിലുണ്ടായിരുന്നു. ദൈവം അവളിലുണ്ടായിരുന്നു, പരിപൂർണ ഏകത്വത്തിലും ത്രിത്വത്തിലും. അവൾ ഉത്ഭവിച്ച നിമിഷം മുതൽ അങ്ങനെയായിരുന്നു. പാപിയായി ഞാൻ ചോദിക്കാൻ ധൈര്യപ്പെടുന്നത് ക്ഷമിക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട കന്യകയാണവളെന്ന് യോവാക്കീമും അന്നയും അറിഞ്ഞിരുന്നു? കറിയോത്തുകാരൻ യൂദാസ് ചോദിക്കുന്നു. ഇല്ല, അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൾ മുൻകൂട്ടി രക്ഷിക്കപ്പെട്ടവളാണെന്ന് യോവാക്കീമും എങ്ങനെ പറയും? പാപത്തിൽ നിന്നുള്ള ഒഴിവാക്കൽ എന്നല്ലേ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതൊരു പ്രത്യേക വരമല്ലായിരുന്നു ആയിരുന്നു. എന്നാൽ യോവാക്കീമും ദൈവാരൂപിയാൽ പ്രേരിതനായി പ്രവാചകന്മാരെല്ലാവരെയും പോലെ സംസാരിക്കുകയായിരുന്നു. അവൻ്റെ അധരങ്ങൾ വഴി അരൂപി സംസാരിച്ച ഉദാത്തമായ സ്വഭാവവിദിത സത്യങ്ങൾ അദ്ദേഹം തന്നെ മനസ്സിലാക്കിയിരുന്നില്ല. യോവാക്കീം നീതിമാനായിരുന്നു. അവളുടെ പിതൃത്വം അർഹിക്കുന്ന നീതിമാനായിരുന്നു. അവൻ എളിയവനായിരുന്നു. അഹങ്കാരമുള്ളിടത്ത് ഒരിക്കലും നീതി ഉണ്ടായിരിക്കുകയില്ല. അവൻ നീതിമാനും എളിയവനുമായിരുന്നു. പൈതൃകമായ സ്നേഹത്താൽ മകളെ സമാധാനപ്പെടുത്തി ദൈവത്തിൻ്റെ പേടകത്തിൻ്റെ സംരക്ഷകൻ എന്ന നിലയിൽ ഒരു പുരോഹിതന്റെ ജ്ഞാനത്തോടെ അദ്ദേഹം തൻ്റെ മകളെ പഠിപ്പിച്ചു. പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ മകളെ കളങ്കരഹിതയായവൾ എന്ന മധുരമായ പേരോടുകൂടി ദൈവത്തിന് അർപ്പിച്ചു. ഇനി ഒരു ദിവസം വരും, അന്ന് മുടി നരച്ചിട്ടുള്ള ഒരു മഹാപുരോഹിതൻ ലോകം മുഴുവനോടും പ്രഖ്യാപിക്കും, അവൾ അമലോത്ഭവയാകുന്നു എന്ന്. വിശ്വാസികളുടെ ലോകത്തിന് എതിർത്തു പറയാൻ പാടില്ലാത്ത ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപനം ചെയ്യും. ശീഷ്മങ്ങളും തിന്മകളും കൊണ്ടും മേഘാവൃതമായി ആ മൂടലിൽ കൂടുതൽ കൂടുതൽ താണുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ അവൾ കൂടുതലായി വെളിപ്പെടുത്തപ്പെടും. സർവ സൃഷ്ടികളുടെയും ദൈവത്തിൻ്റെയും റാണിയായി നക്ഷത്രങ്ങൾ മുടിയായി അണിഞ്ഞിരിക്കുന്ന ചന്ദ്രികയെ ഉടയാടെ ആക്കിയിരിക്കുന്ന അവയേക്കാൾ പരിശുദ്ധയായ പ്രശോഭിക്കുന്നവൾ മിന്നിത്തിളങ്ങും. കാരണം രാജാവായ ദൈവത്തിന് തൻ്റെ രാജ്യത്തിൽ വാഴുന്ന മേരിയുണ്ട്. അപ്പോൾ യോവാക്കീം ഒരു പ്രവാചകനാണല്ലോ. അദ്ദേഹം നീതിമാനായ മനുഷ്യനായിരുന്നു. ദൈവം തൻ്റെ ആത്മാവിൽ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ആത്മാവിൽ അരുളി ചെയ്തത് ഒരു പ്രതിധ്വനി എന്ന പോലെ യോവാക്കീം ആവർത്തിക്കുകയാണ് ചെയ്തത്. എൻ്റെ കർത്താവേ, ഈ അമ്മയുടെ അടുത്തേക്ക് നമ്മൾ എപ്പോഴാണ് പോകുന്നത്? ആവേശത്തോടെ ജാബസ് ചോദിക്കുന്നു. ഇന്ന് സന്ധ്യക്ക്. അവളെ കാണുമ്പോൾ നീ അവളോട് എന്താണ് പറയാൻ പോകുന്നത്? രക്ഷകന്റെ അമ്മേ, നിനക്ക് ഞാൻ വന്ദനം പറയുന്നു എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ മതിയോ? വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ അവനെ തലോടുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്നുണ്ടോ? ഫിലിപ്പ് ചോദിക്കുന്നു. ബെഥനിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം. നീ ഇവിടെ ഇരുന്നാൽ മതി. നല്ല കുട്ടിയായി ഇരിക്കണം. ആയിരിക്കുമല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ നല്ല കുട്ടിയായിരുന്നു കൊള്ളാം. ഒലിവ് തോട്ടത്തിൽ മേൽനോട്ടക്കാരൻ യോനായുടെ ഭാര്യ ശബ്ദമൊന്നും കേൾപ്പിക്കാതെ അടുത്തു വന്ന് പറയുന്നു, അവനെ കൂടെ എന്താണ് കൊണ്ടുപോകാത്തത്? അവന് വരാൻ എന്തുമാത്രം ആഗ്രഹമുണ്ട്. ഈശോ ഉത്തരമൊന്നും പറയാതെ അവളെ തറപ്പിച്ചു നോക്കുക മാത്രം ചെയ്യുന്നു. സ്ത്രീക്ക് കാര്യം മനസ്സിലാകുന്നു. ഞാൻ നോക്കട്ടെ. മാർക്കിൻ്റെ ഒരു ചെറിയ പുറംകുപ്പായം ഉണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അത് തപ്പിയെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടുന്നു. ജാബസ് ജോണിൻ്റെ ഉടുപ്പിൽ കയ്യിലൊന്ന് വലിച്ചു ചോദിക്കുന്നു, റബിമാർ എന്നോട് ദേഷ്യപ്പെടുമോ? ഓ ഇല്ല, നീ പേടിക്കുകയൊന്നും വേണ്ട. എന്തായാലും അത് ഇന്നല്ല. കുറേ ദിവസം ഗുരുവിൻ്റെ അമ്മയുടെ കൂടെ താമസിച്ചു കഴിയുമ്പോൾ നീ ഒരു നിയമപണ്ഡിതനേക്കാൾ അറിവുള്ളവനായി തീരും. ഇങ്ങനെ ജോൺ അവനെ ആശ്വസിപ്പിക്കുന്നു. മറ്റുള്ളവരെല്ലാം ഇത് കേട്ട് ജാബസിൻ്റെ പേടിയും ഉത്കണ്ഠയും കണ്ട് ചിരി തൂകുന്നു. അവൻ്റെ പിതാവായിട്ട് ആരായിരിക്കും അവനെ അവരുടെ പക്കൽ കൊണ്ടു ചെല്ലുന്നത്? തോമസ് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ തന്നെ കൊണ്ടുപോകും.
ഗുരു തന്നെ അവനെ കൊണ്ട് ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ? പത്രോസ് പറയുന്നു, ഇല്ല സൈമൺ, അവനെ ഞാൻ കൊണ്ടുപോകുന്നില്ല. ആ ബഹുമതി നിനക്ക് ഞാൻ വിട്ടുതരുന്നു. ഗുരുവേ നന്ദി. എന്നാൽ നീയും വരികയില്ലേ? തീർച്ചയായും ഞങ്ങളെല്ലാവരും വരും. അവൻ നമ്മുടെ പയ്യനല്ലേ. കടും വയലറ്റ് നിറമുള്ള ഒരു മേലങ്കിയുമായി യോനായുടെ ഭാര്യ മേരി തിരിച്ചു വരുന്നു. ഓ, എന്തൊരു നിറം! അവൾ സ്വയം പറയുന്നു. മാർക്കിന് ഈ നിറം ഇഷ്ടമില്ലായിരുന്നു, അതിനാൽ അത് ധരിക്കുന്നതിന് മടിയായിരുന്നു. ഒട്ടും അത്ഭുതത്തിന് കാര്യമില്ല. എത്ര കെട്ട നിറം! പാവൻ ജാബസ്, അവൻ്റെ ഒലിവ് നിറത്തിൻ്റെ കൂടെ വല്ലാത്ത വയലറ്റ് ചേർന്നപ്പോൾ എത്ര വികൃതം! എന്നാൽ അവന് സ്വയം കാണാൻ കഴിയുന്നില്ലല്ലോ. അതിനാൽ മുതിർന്നവർ ചെയ്യുന്നത് പോലെ മേലങ്കി ധരിച്ചു പോകാമല്ലോ എന്ന് കണ്ടതിനാൽ ജാബസിന് സന്തോഷം. ഭക്ഷണം തയ്യാറായിട്ടുണ്ട് ഗുരുവേ. ആടിനെ വേവിച്ച് കമ്പിയിൽ നിന്ന് മാറ്റി പാത്രത്തിലാക്കി. എന്നാൽ നമുക്ക് പോകാം. ഭക്ഷണത്തിനായി ഒരു വലിയ അടുക്കളയിലേക്ക് എല്ലാവരും പോകുന്നു.